നമസ്കാരം. കപ്പൽ പൊട്ടിത്തെറിയിൽ കാണാതായവരിൽ 2 തായ്വാൻ പൗരന്മാരുണ്ട് എന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അവരെ ഇതുവരെ കാണാനില്ല എന്നും തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ പേര് വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതിലുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമായി ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് എന്നാണ് പറയുന്നത്. ഒരു ഇന്തോനേഷ്യ പൗരനെയും ഒരു മ്യാൻമാർ പൗരനെയുമാണ് അപകടത്തിൽ കാണാനില്ല എന്ന് ഇവർ പറയുന്നത്. ഇപ്പോഴും തീയണയ്ക്കാൻ ഊർജിത ശ്രമം നടക്കുകയാണ്. തീയണയ്ക്കൽ വളരെ പ്രയാസകരമായ കാര്യമാണെന്നാണ് ആദ്യമേ പറയുന്നത്. കാരണം കപ്പലിലുള്ള ചരക്കുകൾ അപായ സാധനങ്ങൾ, അതായത് പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങൾ എന്നാണ് പറയുന്നത്. കേരള തീരത്ത് തീപിടിച്ച കപ്പലിൽ അപകടകരമായ വസ്തുക്കളെന്ന് റിപ്പോർട്ടുകളുണ്ട്. ചികിത്സാ സഹായം തേടി കപ്പൽ കമ്പനിയും എത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയുമായും അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തര ചികിത്സാ സഹായം വേണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. ആംബുലൻസുകൾ ഒരുക്കി നിർത്താനും ആവശ്യമുണ്ട്. അങ്ങനെ തീരത്ത് നിരവധി ആംബുലൻസുകളാണ് എത്തിയിരിക്കുന്നത്. കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളാണെന്നും വായു സ്പർശിച്ചാൽ തീപിടിക്കുന്നവയാണെന്നും അവയൊന്നും വിവരത്തിൽ പറയുന്നു. കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളാണെന്നും വായു സ്പർശിച്ചാൽ തീപിടിക്കുന്നവയാണവയെന്നും വിവരത്തിൽ പറയുന്നു. ഇതുവരെ 50ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായാണ് വിവരത്തിൽ പറയുന്നത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായ് 503 എന്ന ചരക്കു കപ്പലിനാണ് തീപിടിച്ചിരിക്കുന്നത്. കോഴിക്കോട് തീരത്ത് നിന്നും 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ബേപ്പൂരിൽ നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്താണ് കപ്പൽ. 20 വർഷം പഴക്കമുള്ള കണ്ടെയ്നർ കപ്പലാണിത്. കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായി മഹാരാഷ്ട്രയിലെ നവക്ഷേമ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു. അപകട സമയത്ത് മണിക്കൂറിൽ 14 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നത്. യാത്ര തുടങ്ങി 11 മണിക്കൂറിലാണ് ഈ അപകടം സംഭവിച്ചത്. കോഴിക്കോട് തീരത്ത് നിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത്. അപകട സമയത്ത് 22 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. 18 പേർ കടലിൽ ചാടി. 2005 നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത്. 269 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ. കപ്പലിൽ പലതവണ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനമായി ആദ്യം വന്ന് പറയുന്നത്. കടലിൽ ചാടിയ ജീവനക്കാർ രക്ഷാ ബോട്ടുകളിലുണ്ടെന്ന ആദ്യം പുറത്തുവന്ന വിവരമായിരുന്നു. കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവർ കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഡോർണിയർ ഹെലികോപ്റ്ററുകൾ അപകട സ്ഥലത്തേക്ക് ആദ്യമേ പുറപ്പെട്ടിരുന്നു. കപ്പലിലെ തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി ആദ്യമേ സംശയമുണ്ടായതുകൊണ്ട് ആംബുലൻസുകളെല്ലാം തന്നെ തീരത്ത് റെഡിയായി തന്നെ ഉണ്ടായിരുന്നു. ഇവരെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകാവുന്ന ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താനും എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി ഉടൻ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. കേരള തീരത്തിന് സമീപത്തായി തന്നെ വീണ്ടും ചരക്കുകപ്പൽ ദുരന്തം സംഭവിച്ച വാർത്ത എല്ലാവരും ദുഃഖപ്പെടുത്തുന്ന ഒന്നായി തന്നെ മാറുന്നുണ്ട്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ ചരക്കുകപ്പലിനാണ് തീപിടിച്ചിരിക്കുന്നത്. അഴിക്കലിനും ബേപ്പൂരിനും ഇടയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ 50 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചുവെന്ന ആദ്യം പുറത്തുവന്ന വിവരത്തിൽ തന്നെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അത് നടുക്കം മാറാതെ കണ്ടു നിൽക്കേണ്ടി വന്നു. സംഭവം അറിഞ്ഞത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും രക്ഷാദൌത്യത്തിന് പുറപ്പെട്ട സമയത്തായിരുന്നു. കപ്പലിലുള്ളത് 40ഓളം ജീവനക്കാരാണ് എന്നാണ് ആദ്യ വിവരത്തിൽ പറഞ്ഞത്. 650ഓളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളതെന്നും പറയുന്നു. അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് അപകടം ഉണ്ടായത്. കോഴിക്കോടും കണ്ണൂരിനും ഇടയിൽ പടിഞ്ഞാറൻ തീരമേഖലയിലെ ആ ഭാഗത്താണ് ഇന്ന് രാവിലെ ഈ അപകടം ഉണ്ടായതായി വിവരത്തിൽ പറയുന്നത്. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന ആദ്യം വന്ന വാർത്ത അനുസരിച്ച് തന്നെയാണ് ഓരോന്നും ഇതിന്റെ പിന്നാലെ തന്നെ പുറത്തു വരുന്നത്. എന്തായിരുന്നു കണ്ടെയ്നറുകളിൽ നിന്ന് ആദ്യം വിവരത്തിൽ പുറത്തു വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകാൻ പോലും പ്രയാസമായിരുന്നു. അപകടം അറിഞ്ഞ ഉടൻ കൊച്ചിയുടെ പുറം കടലിൽ ഉണ്ടായിരുന്ന നേവിയുടെ കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചിട്ടുമുണ്ടായിരുന്നു. സിംഗപ്പൂർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ആദ്യമേ പുറത്തു വന്ന വായിൽ പറയുന്നുണ്ടായിരുന്നു. പേര് വിവരങ്ങളൊന്നും ആദ്യം പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. കേരള തീരത്ത് നിന്നും 120 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായതോടെ 18 ജീവനക്കാർ കപ്പലിൽ നിന്നും കടലിൽ ചാടിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന 2ാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.